السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ഏറെ സ്നേഹാദരനായ സഹോദരിമാരെ, ഉമ്മമാരെ, പരിശുദ്ധ ഖുർആനിന്റെ ദീനിന്റെ പഠിതാക്കളെ, റഹ്മാനായ റബ്ബിന്റെ മാർഗത്തിൽ അവനേറെ ഇഷ്ടപ്പെടുന്ന, അവന് തൃപ്തിപ്പെടുന്ന ഒരു മജ്ലിസിലാണ്, ദീനിന്റെ സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യാവസാനം ശ്രദ്ധിക്കുവാനും ഇഖ്ലാസോടുകൂടി പറയുവാനും കേൾക്കുവാനുമുള്ള മഹാ തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ മദ്രസത്തെ കുട്ടികളായിരിക്കല്ലേ ഇരിക്കണം? മദ്രസയിലെ കുട്ടികൾ വേറെ അവിടെ ആരെങ്കിലും ഉണ്ട്? ആരും വിളിച്ചോ? വലിയ കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അവര് 2ാം ക്ലാസ് മുതൽ ഇങ്ങോട്ടുള്ള കുട്ടികളുടെ ആരും വിളിച്ചു? ഇയാളൊന്നും പോണ്ട. പരിശുദ്ധ ഖുർആൻ ഒരായത്തിലൂടെ നമുക്ക് പറഞ്ഞതാണ്, പഠിപ്പിച്ചതാണ്. ലഖദ് കാന ലക്കും, നിങ്ങൾക്കുണ്ട്, അമിന ഫ്രണ്ടൊക്കെ, നിങ്ങൾക്കുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ലയ്യല്ല അവിടെ മുമ്പിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുൻഗാമികൾക്ക് അവരുടെ ചരിത്രത്തിൽ എന്തുണ്ട്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാഠമുണ്ട്, ഗുണപാഠമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. നമ്മൾ ദീനിനെ മനസ്സിലാക്കുമ്പോൾ ഖുർആന്, അതുപോലെ തന്നെ ഹദീസുകൾ, ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ഏത് രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന വാചകമാണെന്ത്? മൻഹജ് അനുസരിച്ച് മനസ്സിലാക്കണം. മൻഹജ് അനുസരിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, മോളോസ് ഇവിടെ ഇരിക്കും, ആമിനാന്റെ അപ്പുറത്ത് ഇരിക്കും കേട്ടാ, ഫ്രണ്ട് പോവാ. മൻഹജ് അനുസരിച്ച് മനസ്സിലാക്കണം എന്ന് കാണാം. മൻഹജ് അനുസരിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിനെയും ഹദീസുകളെയും ഏതൊരു രൂപത്തിലാണ് മുൻഗാമികളായ നമ്മുടെ സ്വഹാബത്തും അതുപോലെ തന്നെ താബീയങ്ങളെല്ലാം മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. കാരണം
ഖുർആനിനെയും ഹദീസുകളെയും അവരെപ്പോലെ ജീവിതത്തിൽ നെഞ്ചേറ്റിയ ഒരു വിഭാഗം വേറെയില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണെന്ത്? നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അസ്ഹാബുകളെ പിൻപറ്റണം, എൻ്റെ സ്വഹാബത്തിനെ പിൻപറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ആരെ പിൻപറ്റണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരാണ് സ്വഹാബത്തിനെ പിൻപറ്റണം എന്നുള്ളത്. അതിലാണ് നമുക്ക് മാതൃകയുള്ളത്, ഹുദയുള്ളത്, പ്രകാശമുള്ളത്. അതുകൊണ്ട് തന്നെ സച്ചരിതരായ മുൻഗാമികളുടെ ചരിത്രങ്ങൾ അയവിറക്കുക, പഠിക്കുക, അതിലുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വായിക്കാനും പഠിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഹാബത്തിൻ്റെ വിഷയം, സ്വഹാബത്തിലെ വനിതകളാകട്ടെ പുരുഷന്മാരാകട്ടെ, അവരുടെ വിഷയത്തിലുള്ള അഹ്ലുസുന്നയുടെ വിശ്വാസം എന്ന് പറയുന്നത് റളിയല്ലാഹു അൻഹും വറളു അൻഹും. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവരെ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അഥവാ സ്വഹാബത്ത് എല്ലാവരും സ്വർഗത്തിലാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. എല്ലാവരും സ്വർഗത്തിലാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ സ്വഹാബത്തിനെ കുറിച്ച് ഏത് സ്വഹാബിയാകട്ടെ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ, സംഭവങ്ങൾ കേൾക്കുമ്പോൾ നല്ലതല്ലാത്ത ഒന്നും തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല. സ്വഹാബത്തിനെ കുറിച്ച് നല്ലതല്ലാത്ത ഒരു ചിന്തയും വരാൻ പാടില്ല. കാരണം അത്രത്തോളം അള്ളാഹുവിലേക്ക് അടുത്തവരും ദീനിന് സേവനം ചെയ്തവരുമാണ് ആര്? സ്വഹാബത്ത് എന്ന് പറയുന്നവർ. അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതാണ്, ഒരു സ്വഹാബിയെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ ഒരു മോശം ചിന്തയോ അല്ലെങ്കിൽ അത് ശരിയായില്ല എന്നുള്ള ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും വഫഖനല്ലാഹ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും വിഷയം മനസ്സിലാക്കിയതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഒന്നാമതായി കടന്നു വന്ന ഖദീജ ബീവി മുതൽ 11ാമത്തെ ഭാര്യയും കടന്നു പോകുമ്പോൾ 11 ഭാര്യമാരുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടലും ചീറ്റലും അതുപോലെ തന്നെ കാര്യമായ ഗൗരവമേറിയ കുടുംബ പ്രശ്നങ്ങളൊന്നും തന്നെ പേറാതെ വളരെ ഭംഗിയായിക്കൊണ്ട് എങ്ങനെയാവണം ഒരു കുടുംബജീവിതം, എങ്ങനെയാകണം ഒരു ഭർത്താവ്, ഭാര്യമാരെങ്ങനെയാവണം എന്നെല്ലാം സുന്ദരമായി കാണിച്ച് പഠിപ്പിച്ചു തന്ന 11 ഭാര്യമാരുടെ കൂടെയുള്ള ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഭംഗിയേറിയ, ഏറ്റവും അധ്യാപനങ്ങൾ നിറഞ്ഞ, ഗുണപാഠങ്ങൾ നിറഞ്ഞ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിനികൾക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ചരിത്രമാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. 9ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് അന്നത്തെ ഒരു സാമൂഹ്യ പരിസ്ഥിതി വെച്ച് 9ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പിന്നീട് സന്തോഷവും നർമ്മവും അതുപോലെ തന്നെ തമാശയും ചൊടിപ്പിക്കലുകളും കളിയും അതുപോലെ തന്നെയുള്ള വ്യത്യസ്തങ്ങളായ സമയങ്ങളിലൂടെ, വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിലൂടെ സംഭവ ബഹുലമായ ഏറ്റവും വിസ്മയകരമായ ജീവിതം നയിച്ച് അവസാനിച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ജീവിതം എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെയാണ് മുസ്ലിം സമുദായത്തിന്, വിശിഷ്യ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടുതലായി മതവിജ്ഞാനമായി പഠിക്കാൻ സാധിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ നമ്മുടെ ഉമ്മത്തിലേക്ക് എത്തിയതും. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഏറ്റവും കൂടുതൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 5000 ഹദീസാണ് ഉദ്ധരിച്ചത്. എന്നാൽ അത് കഴിഞ്ഞാൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലും മൊത്തത്തിൽ നോക്കുമ്പോൾ രണ്ടാമതായും ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചയാളാണ് ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. 2000-ലധികം ഹദീസുകൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബ പരമ്പര ബാക്കിലോട്ട് നമ്മൾ നോക്കിയാൽ ഉപ്പ വഴി ഏഴാമത്തെ പിതാവിലും ഉമ്മ വഴി 11ാമത്തെ പിതാവിലും എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ചെന്ന് മുട്ടുന്നുണ്ട്. അഥവാ കുടുംബ പരമ്പര ആയിഷ റളിയല്ലാഹു അൻഹയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒന്നാണ് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ സ്നേഹം വരുമ്പോൾ അഭിസംബോധന ചെയ്യുക സിദ്ദീഖിന്റെ മകളെ യാ ബിൻത സിദ്ദീഖ് എന്നാണ് അഭിസംബോധന ചെയ്യുക. എങ്കിലും
ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അവിടെ മക്കയിലും മദീനയിലുമായി ഉണ്ടായിരുന്ന കുഞ്ഞിയത്ത് ഒരു സ്ഥാനപ്പേര് എന്നുള്ളത് ഉമ്മു അബ്ദില്ല എന്നായിരുന്നു. ഉമ്മു അബ്ദില്ല എന്ന് പറഞ്ഞാൽ അബ്ദുള്ളയുടെ ഉമ്മ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അബ്ദുള്ള എന്നുള്ള മകനുണ്ടോ? മകനില്ല. പക്ഷെ സഹോദരിയുടെ മകനാണ് അബ്ദുള്ള. ആ അബ്ദുള്ളയിലേക്ക് ചേർത്തുകൊണ്ട് അബ്ദുള്ളയുടെ ഉമ്മ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ പൊതുവെ പറയാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയുടെ പേര് നമുക്കൊക്കെ അറിയാം. ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയുടെ പേര് അധികം ആളുകൾക്കും അറിയില്ല. ആരാ? ഉമ്മു റൂമാൻ. ഉമ്മു റൂമാൻ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയുടെ പേര്, അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ പേര്. അപ്പൊ ഉമ്മു റൂമാന്റെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും മകളാണ് ആര്? മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. 9ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടിയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മൂല്യവത്തേറിയ ഗുണപാഠങ്ങൾ പകർന്നു തന്നുകൊണ്ടുള്ള ജീവിതം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇത് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമുക്കൊരു ചുരുങ്ങിയ ഒരു ഐഡിയ കിട്ടാൻ, ഒരു അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ കിട്ടാനാണ് തുടക്കത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് 9ാമത്തെ വയസ്സിൽ കടന്നു വരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 9ാമത്തെ വയസ്സിൽ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ അന്നത്തെ ഒരു സാമൂഹ്യ പരിസ്ഥിതി വെച്ച് അതെന്തല്ല, അത് പ്രശ്നമുള്ള കാര്യമല്ല. അത് അവരുടെ സാമൂഹികപരമായും പ്രശ്നമല്ല, ശാരീരികപരമായിട്ടും എന്തല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ജനിതകപരമായിട്ടും അവർക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അള്ളാഹുവിന്റെ വഹി പ്രകാരമാണ്. വെറുതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആയിഷയെ എനിക്ക് കല്യാണം കഴിച്ചു തരണം എന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതല്ല, മറിച്ച് വഹിയിലൂടെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത്. അവിടുന്ന് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഉരീതുകി ഫിൽ മനാം. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയുകയാണ്, ഉരീതുകി ഫിൽ മനാം മർറത്തൈൻ. 2 തവണ സ്വപ്നത്തിൽ അള്ളാഹു എനിക്ക് നിന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്മാരുടെ സ്വപ്നം എന്താണ്? വഹിയാണ്. പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാണ്. അന്നകി ഫീ സറകത്തിൻ മിൻ ഹരീർ. പട്ടുകൊണ്ട് പൊതിഞ്ഞ ഒരു ചെറിയ തുണിയായിരുന്നു നീ ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്നോട് പറയപ്പെട്ടു എന്ത്? വയഖൂലു ഹാദിഹി ഇംറഅതുക ഫക്ഷിഫ് അൻഹാ. ഇത് നിന്റെ ഭാര്യയാണ്. ആ പട്ടിന്റെ ആ ഒരു വസ്ത്രം നീ ഒന്ന് തുറന്നു നോക്കിക്കൊള്ളുക. ഫൈദാ ഹിയ അൻതി. അപ്പോൾ അതിൽ ആരായിരുന്നു? നീ ആയിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആരുടെ വഹി പ്രകാരമാണ്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വഹി പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അല്ലാഹു വഹിയിലൂടെ നീ ഒരാളെ വിവാഹം കഴിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആയിഷ റളിയല്ലാഹു അൻഹ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ശ്രേഷ്ഠത ഉണ്ടാവും, യാതൊരു സംശയമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫളലു ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഫളിലെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അലൻ നിസാ, മറ്റുള്ള സകല സ്ത്രീകളും, ഈ ലോകത്ത് ജനിച്ചു വീണ എല്ലാ സ്ത്രീകളെക്കാളും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശ്രേഷ്ഠത കഫളി സരീദി അലാ സായിരി തുആം. സരീദ് പറഞ്ഞാല് ഇറച്ചിയും കിഴങ്ങും ഒക്കെ ഉണ്ടാക്കി ഒരു അന്നത്തെ അറബികള് വളരെ പ്രാഗൽഭ്യത്തോടു കൂടി വളരെ മുന്തിയതായി കണ്ടിരുന്ന ഒരു ഭക്ഷ്യ വിഭവമാണ് എന്ത്? സരീദ്. ആ സരീദ് മറ്റ് ഭക്ഷണത്തെക്കാൾ സരീദിന് എങ്ങനെയാണോ ശ്രേഷ്ഠതയുള്ളത് അതുപോലെ തന്നെയാണ് എന്ത് മറ്റ് സ്ത്രീകളെക്കാൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശ്രേഷ്ഠത. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ ആയിഷ, അല്ലയോ ആയിഷ, ഹാദാ ജിബ്രീൽ യുഖ്രിഉക സലാം. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അദൃശ്യമായി വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലയോ ആയിഷ, ഇത് ജിബ്രീലാണ്, നിന്നോട് സലാം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫഖാലത്ത് വഅലൈഹി സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആയിഷ ബീവി എന്ത് ചെയ്തു? ജിബ്രീലിന് സലാം അടക്കി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്ന് പറഞ്ഞ് സലാം അടക്കുകയും ചെയ്തു. അപ്പോൾ മറ്റ് സ്ത്രീകളെക്കാൾ ആയിഷ റളിയല്ലാഹു അൻഹയാണ് എന്ത്? ഏറ്റവും
ശ്രേഷ്ഠമായത്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞ ഏക സ്ത്രീ ലോകത്തുണ്ടെങ്കിൽ അതാരാണ്? അത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഫളിലുകളും ശ്രേഷ്ഠതകളും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും അതിനുശേഷവും ഒക്കെ ആയിട്ട് ആർക്കുണ്ട്? ആയിഷ റളിയല്ലാഹു അൻഹക്കുണ്ട്. ആ സ്വഭാവം, ആ ഒരു ജീവിതം നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഇപ്പൊ പറഞ്ഞ ശ്രേഷ്ഠതയടങ്ങാൻ, ആ ശ്രേഷ്ഠതകൾ ഉണ്ടാകാൻ, അത്രത്തോളം മൂല്യമുണ്ടാകാൻ പാകത്തിനുള്ള ഗുണമഹിമകൾ, വിശേഷണങ്ങൾ, അത്രത്തോളം മൂല്യങ്ങൾ ആർക്കുണ്ടായിരുന്നു? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ലിസ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് എണ്ണി എണ്ണി പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ തെറ്റിക്കഴിഞ്ഞാൽ, പിണക്കമുണ്ടായിക്കഴിഞ്ഞാൽ തെറി പറയുകയില്ലായിരുന്നു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും കുടുംബജീവിതത്തിൽ എന്തുണ്ടാവും? ഏറ്റവും ഉന്നതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഭർത്താവ്, ഏറ്റവും ഉന്നതയിലുള്ള ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഭാര്യ. എന്നിട്ടും എന്തുണ്ട്? ഇണക്കങ്ങളും പണക്കങ്ങളും ഉണ്ട്. പിന്നെ നമ്മളൊന്നും ജീവിതത്തിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ എന്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിണങ്ങുന്ന സാഹചര്യങ്ങൾ, പിണങ്ങുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എത്ര തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലോ, ശബ്ദമുയർത്തി സംസാരിക്കേണ്ട അവസ്ഥയുണ്ടായാലോ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യൂല? അതിരുവിട്ട് വാക്കുകൾ പ്രയോഗിക്കൂല. അപ്പുറത്തിരിക്കുന്നത് ഒന്ന് നബിയാണ്, രണ്ടാമത്തേത് എൻ്റെ ഭർത്താവാണ്. മാന്യമായ രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരെന്ത് ചെയ്യാം? ആ ദേഷ്യം പ്രകടിപ്പിക്കുക. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മകനെയും മരുമകനെയും കാണാൻ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആയിഷ ബീവിയെയും കാണാൻ വേണ്ടി എങ്ങോട്ട് വന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ അവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടുന്നില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരിക്കും. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായിട്ട് എന്തുണ്ട്? ഒരു സ്ത്രീ എന്നുള്ള നിലക്കുള്ള ഒരു ദുർബലത വെച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ സൗണ്ട് കൂട്ടി ഒച്ചപ്പാടുണ്ടാക്കിയാണ് നബിയോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ശൈലി എങ്ങനെയാക്കി ഇരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്താൽ മതി, ആലോചിച്ചാൽ മതി. നമ്മളെങ്ങനെ നമ്മളെ ഭർത്താവിനോട്, ഹസ്ബൻഡിനോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി നമ്മളെങ്ങനെയാണോ ഷൗട്ട് ചെയ്യല, അതേപോലെ ആവൂല. ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യുന്നു? ശബ്ദം കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശബ്ദമുയർത്തി സംസാരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, എന്ത്? ശബ്ദം കുറക്കാൻ വേണ്ടി പറഞ്ഞു. ചൂടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇടപെട്ടു. പക്ഷെ ആ ഇടപെട്ട സമയത്ത് കിട്ടിയ ഗ്യാപ്പിൽ എന്ത് ചെയ്തില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റപ്പെടുത്താൻ നിന്നില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും. ഭാര്യമാരോട് ഒരിക്കലും എന്താ പാടില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭാര്യമാരോട് ഒരിക്കലും നമുക്കിടയിലല്ലാതെ, ഭാര്യക്കും ഭർത്താവിനും ഇടയിലല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യ എന്താക്കാൻ പാടില്ല? കുറ്റപ്പെടുത്താനോ ചെറുതാക്കാനോ മോശപ്പെടുത്താനോ ആ രീതിയിൽ സംസാരിക്കാനോ ഇടപെടാനോ പാടില്ല. പക്ഷെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിന്റെ ഒപ്പം നിന്നു. നബിയോടാണ് ചൂടാവുന്നത്, ശബ്ദമുയർത്തി സംസാരിക്കുന്നത്. പക്ഷെ സ്വന്തം വാപ്പ വന്ന് ചൂടാവുമ്പോഴും ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ കൂടെ നിന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ നിന്നു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയി. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു, നീ ചൂടാവുകയാണെങ്കിൽ, നിന്റെ മനസ്സിൽ ദേഷ്യം വന്നാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. വമാ തഅരിഫു ദാലിക യാ വബിമാ തഅരിഫു ദാലിക യാ റസൂലല്ലാഹ്. എങ്ങനെ റസൂൽ നിങ്ങൾക്ക് ഞാൻ ചൂടാവുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവുക? ഇദാ കുൻതി അന്നി റാളിയ തഖൂലീന ലാ വറബ്ബി മുഹമ്മദ്. നീ എന്റെ വിഷയത്തിൽ ഒരു ദേഷ്യവുമില്ലാതെ വളരെ നല്ല രീതിയിലാണ് നിൽക്കുന്നത് എങ്കിൽ മുഹമ്മദിന്റെ റബ്ബ് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ സംസാരിക്കുക. എന്നാൽ ഞാനുമായി എന്തെങ്കിലും ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുക? രണ്ടും വാക്കിൽ എന്തില്ല, തെറ്റൊന്നുമില്ല. പക്ഷെ നബിയോട് അടുത്തിരിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല നിൽക്കുമ്പോൾ മുഹമ്മദിന്റെ റബ്ബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇടഞ്ഞു നിൽക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ റബ്ബ് എന്ന് പറഞ്ഞാണ് നീ അഭിസംബോധന ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അഥവാ എത്ര തന്നെ ശബ്ദം ഉയർത്തേണ്ടി വന്നാലും, പ്രശ്നമായാലും, എതിരഭിപ്രായങ്ങൾ ഉണ്ടായാലും, മനസ്സിന് കൊള്ളുന്ന രീതിയിൽ, അതല്ലെങ്കിൽ തെറിവാക്കുകൾ, അതുപോലെ തന്നെ ആക്ഷേപ വാക്കുകൾ, ആ രീതിയിലുള്ള പ്രയോഗങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ നടത്തിയിരുന്നില്ല. മറിച്ച് അതിന് സമാനമായ രീതിയിൽ നമ്മുടെ എതിർപ്പ്
പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിക്കില്ലാത്ത വാക്കുകളായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ ഉപയോഗിച്ചിരുന്നത്. അതോടൊപ്പം തന്നെയുള്ള ഏറ്റവും വലിയൊരു ഗുണമായിരുന്നു പിണങ്ങിയാൽ എന്താവും, പെട്ടെന്ന് ഇണങ്ങും എന്നുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്, അപ്പോൾ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് വരാൻ എന്ത് ചെയ്തു, അല്പം വൈകി. അതൊരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യൂല, ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് പോലും എന്ത് ചെയ്യൂല, വേറെ എങ്ങോട്ടെങ്കിലും പോയാലും അവിടെ ഒരു 5 മിനിറ്റ് ഏറെ നിൽക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അസഹ്യമായിരിക്കും. അപ്പോൾ കുറച്ച് നേരം വൈകി വരികയാണ്. അപ്പോൾ വരുമ്പോൾ എന്തുണ്ട്, ഒരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പായ ആയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. കുറച്ച് കാരക്കയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചില്ലിന്റെ പാത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ എന്തായി, ആയിഷ റളിയല്ലാഹു അൻഹ ആകെ ദേഷ്യപ്പെട്ട് ചൂടായി നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുള്ള ആ പാത്രം തട്ടി, നമ്മളൊക്കെ കേട്ട ചരിത്രമാണ്, തട്ടി ആ പാത്രം നിലത്ത് വീണ് അതിലുള്ളതൊക്കെ ആകെ ചെതറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്ത്, നമ്മളൊക്കെ ആണെങ്കിൽ ആകെ പ്രശ്നമായി, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി, ചിലപ്പോൾ അടിയായി തിരിച്ചടിയായി ആകെ പ്രശ്നമായിരിക്കും. നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ അവിടുന്ന് വെറുത്ത് ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള അവസ്ഥയിലൊക്കെ എന്താവും, അവരുടെ തർക്കം പോകും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവം മനസ്സിലാവും. കാരണം ഒരു ഭാര്യ എങ്ങനെയാണ് ഒരു സാഹചര്യത്തിൽ പെരുമാറുക എന്നുള്ള അപ്പുറത്ത് ഓപ്പോസിറ്റുള്ള ആളുടെ മനസ്സിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. അതിനനുസൃതമായ പ്രവർത്തനം പാടില്ലാത്ത രീതിയിലാണെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു, ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ, ഒരിക്കലും ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ എന്ത് ചെയ്തു, പുഞ്ചിരിച്ചുകൊണ്ട് ആ പാത്രങ്ങളും അതിലുള്ള ഈത്തപ്പയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോന്നോരോന്നായി ഇങ്ങനെ എന്ത് ചെയ്തു, പൊറുക്കിയെടുത്തു. അത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എന്തായി, ഭയങ്കരമായിട്ട് മനസ്സിന് ഫീലായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളെന്തെങ്കിലും നമ്മുടെ ഒരു ഹസ്ബൻഡ് ഇങ്ങനെ നമുക്ക് വേണ്ട ഒരു കുറച്ച് ഭക്ഷണം കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മളെന്തെങ്കിലും ഒരു വിഷയത്തിൽ ചൂടായിട്ട് ആ ഭക്ഷണം തട്ടി ചോറൊക്കെ ആകെ നമ്മുടെ ഡൈനിങ് ഹാളിൽ മൊത്തം പോയി. പക്ഷെ നമ്മുടെ ഭർത്താവ് ഒന്നും പറയില്ല, അദ്ദേഹം ഇങ്ങനെ എല്ലാം ഒന്ന് പുഞ്ചിരിച്ച് ആ ചോറും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി ഇങ്ങനെ എടുക്കുന്ന കണ്ടാൽ അതോടുകൂടി നമ്മളെ മനസ്സെന്താവും, ഇടറും. എത്ര ദേഷ്യത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഒന്നും മിണ്ടാ, നേരെ മറിച്ച് തിരിച്ച് 2 എണ്ണം പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത് എങ്കിൽ എന്താവും, അതവിടെ ചെയ്തോട്ടെ, നമ്മളെന്ത് ചെയ്യും, അടുക്കളയിലേക്ക് പോകും. പക്ഷെ ഒന്നും പറയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുക്കുന്നത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, താങ്കൾ എനിക്ക് പുറത്തു തരില്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ആയിഷ, നിനക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ ആർക്കാണ് പുറത്തു കൊടുക്കാൻ? അതാണ് പറഞ്ഞത്. പിണങ്ങിയാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇണങ്ങും. ആയിഷ റളിയല്ലാഹു അൻഹ ശക്തമായ പിണക്കാണ് പിണങ്ങിയത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള നല്ലൊരു ഇടപെടലിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് ഇണങ്ങി. അപ്പോ ഒന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യില്ല, അതിര് വിട്ട് വൈദാ ഖാസമ ഫജറ, തെറ്റിയാൽ തെറി വിളിക്കുക, അനാവശ്യം പറയാം. അതേപോലെ തന്നെ പിണങ്ങിക്കഴിഞ്ഞാൽ ദിവസങ്ങളോളം അതിന്റെ വെറുപ്പും വിദ്വേഷവുമായി നടക്കുന്ന സ്വഭാവവും മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ഇടക്ക് പറയുമായിരുന്നു, അല്ലയോ റസൂലേ, ഖാലത് ആയിഷ റളിയല്ലാഹു അൻഹ, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലീ, നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോരുത്തരും ഇപ്പം ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്, ഈ ഇരുന്ന ഇരിപ്പിൽ ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഞാൻ ഇന്നേ വരെ എനിക്ക് വേണ്ടി രാവിലെ പോയി വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന, സകല സുഖങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി തരുന്ന, എല്ലാ പ്രശ്നങ്ങൾക്കും അതിന് ഏത് രീതിയിലാണോ പരിഹാരം വേണ്ടത് ആ പരിഹാരത്തിന് വേണ്ടി സമയവും സമ്പത്തും ആരോഗ്യവും ചെലവഴിക്കുന്ന എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ഇണയോട് ഞാൻ ഇന്നേ വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ട്ടോ എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ എന്ത് ചെയ്യാം, ആലോചിക്കാം. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ദീനീപരമായി ആ 2 പേർക്കിടയിൽ എന്തോ ഒരു കണക്ഷൻ കുറവുണ്ട്, നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷത മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖറ. അല്ലാഹുവേ, ആയിഷക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും പുറത്തു കൊടുക്കണമേ. അവൾ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതുമായ പാപങ്ങൾ അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി ആയിഷ ബീവി ഇങ്ങനെ പുഞ്ചിരിക്കും. ആയിഷ ബീവി ഇങ്ങനെ
പുഞ്ചിരിക്കുന്നത്. നബി ചോദിക്കും, സന്തോഷമായില്ല ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം പ്രാർത്ഥിക്കുന്നവരാകണം. ആര്? ഭാര്യയും ഭർത്താവും പരസ്പരം പ്രാർത്ഥിക്കണം. അതെന്തെങ്കിലും അസുഖം വരുമ്പോഴല്ല. അസുഖം വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണേ? അള്ളാഹ് അസുഖം വന്ന് ഭർത്താവിന് എന്തെങ്കിലും പറ്റിയാൽ ജീവിതാകെ അവതാളത്തിലാവും. പിന്നെ ആരവലംബിച്ചാ ജീവിക്കുക? പിന്നെ ഭക്ഷണം ഉണ്ടാവില്ല, ഉപജീവനം ഉണ്ടാവില്ല, മക്കളെ പഠനം, അവരുടെ കല്യാണം, വീട്, കടം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ആ ടെൻഷൻ കൊണ്ട് എന്ത് ചെയ്യും? ഭയങ്കര ടെൻഷനാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭർത്താവിന് അസുഖമായാൽ നല്ലൊരു ശതമാനം ബേജാറും ആ വിഷയത്തിലാക്കാം. നല്ലൊരു ശതമാനം ബേജാറും ടെൻഷനും ആ ഒരു വിഷയത്തിലാക്കാം. ഇഹലോകത്തെ ബാക്കി ജീവിതം എങ്ങനെയാവും എന്നുള്ളത് അത് ഉണ്ടാവണം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം അസുഖമാണെങ്കിലും അല്ലെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ പരസ്പരം പ്രാർത്ഥിക്കുന്നവരായി ഭാര്യയും ഭർത്താവും മാറണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പരസ്പരം ആവശ്യപ്പെടുന്നില്ല, അതല്ലെങ്കിൽ പരസ്പരം ആവശ്യപ്പെട്ടിട്ടും പ്രാർത്ഥിക്കുന്നില്ല, കേവലം ഭൗതികരമായ കാര്യങ്ങൾക്കാണ്, ഇന്നേവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല. ജോലിക്കും ആരോഗ്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. പക്ഷെ അള്ളാഹുവേ, എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭാര്യയ്ക്ക് നീ പുറത്തു കൊടുക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ചിലപ്പോൾ നമ്മളിൽ നിന്ന് ഉയർന്നിട്ടുണ്ടാവില്ല. അത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നല്ല കുടുംബജീവിതം നയിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങിയ ആയിഷ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായിട്ടും ദീനിൽ സൂക്ഷ്മതയുള്ളയാളായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കില്ല? നമുക്കൊന്നും സംശയം ഉണ്ടാവുകയില്ല. അതിനൊരൊറ്റ സംഭവം, ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ സ്വന്തം ജീവിതത്തിൽ ദീനിയായ ചിട്ടകൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളത്, എത്രത്തോളം സൂക്ഷ്മത പുലർത്തിയിരുന്നു എന്നുള്ളതിനൊരു സംഭവം പറയാം. കുന്തു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കുന്തു അദ്ഖുലു ബൈതി അല്ലദീ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള വീട്ടിൽ, എൻ്റെ ഉപ്പയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉള്ള വീട്ടിൽ ഞാൻ പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ കബറടക്കി? ആയിഷ ബിയുടെ വീട്ടിൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹു എവിടെ കബറടക്കിയത്? ആയിഷ ബിയുടെ വീട്ടിൽ, വീടിന്റെ ഉള്ളിൽ, റൂമിൽ. ഇത് രണ്ടും ഒന്ന് ഭർത്താവാണ്, ഒന്ന് ഉപ്പയാണ്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കുന്തു അദ്ഖുലു ബൈതി അല്ലദീ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്നി വാളിഉൻ സൗബി. ഞാൻ വീട്ടിൽ കയറി എന്ത് ചെയ്യും? സാധാരണ സഹോദരിമാരല്ല, വീട്ടിൽ കയറി എന്ത് ചെയ്യും? ഒരു നോർമൽ ഡ്രസ്സാവും. നമ്മൾ പുറത്തിറങ്ങിയിട്ട് വീട്ടിൽ കയറുമ്പോൾ ആ ഡ്രസ്സിൽ എന്തുണ്ടാവും? ഒരു എളിമുണ്ടാവും. ഒന്ന് ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സാണ് പൊതുവെ ധരിക്കാൻ. അപ്പൊ ആയിഷ ബീവി എന്ത് ചെയ്യും? വീട്ടിലേക്ക് കയറിയാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബറടക്കിയിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കബറടക്കിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആയിഷ ബീവി എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് സാധാരണ വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെ എന്ത് ചെയ്യും? വീടിന്റെ ഉള്ളിൽ ധരിക്കും. പക്ഷേ എന്നിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വഇന്നമാ ഹുവ സൗജി വഅബി ഫലമ്മാ ദുഫിന ഉമറു റളിയല്ലാഹു അൻഹും മഅഹും ഫവല്ലാഹി മാ ദഖൽതുഹു ഇല്ലാ വഅന മശ്ദൂദതൻ അലയ്യ സിയാബി. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കബറടക്കിയതിന് ശേഷം ഞാൻ എന്താവും? ഡ്രസ്സ് മുഴുവനായിട്ട് പൂർണ്ണമായി പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ എങ്ങനെയാണോ മറക്കുക, അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യാം ഞാൻ ഉള്ളിലും ധരിച്ചിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. മൂന്നാളും ജീവിച്ചിരിക്കുന്ന ആളുകളല്ല, മരണപ്പെട്ട ആളുകളാണ്. അബൂബക്കർ, ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹും അവരെല്ലാവരും മരണപ്പെട്ട ആളുകളാണ്. പക്ഷെ മരണപ്പെട്ട അവസ്ഥയിൽ വീട്ടിൽ നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അവിടെ അന്തിയുറങ്ങുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ സാധാരണ ഡ്രസ്സിലാണ് വീടിന്റെ ഉള്ളിൽ. പക്ഷെ മരണപ്പെട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു, അതായത് പുറത്തു നിന്ന് ഒരു അന്യപുരുഷനെ അവരുടെ കൂടെ കബറടക്കിയപ്പോൾ അവർ കാണുന്നില്ല, മരണപ്പെട്ടു പോയ ആളുകളാണ്. പക്ഷെ എങ്കിലും അവിടെ ഒരു അന്യപുരുഷന്റെ സാന്നിധ്യം ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് വീടിന്റെ പുറത്ത് എങ്ങനെയാണോ ഡ്രസ്സ് ധരിക്കുക അതേപോലെയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ ഡ്രസ്സ് ധരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയുടെ ദീനിലുള്ള സൂക്ഷ്മത, നമ്മുടെ ഉമ്മയുടെ ദീനിലുള്ള സൂക്ഷ്മത അളക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. എത്രത്തോളമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് ഗൗരവം കൊടുത്തിരുന്നത്. വസ്ത്രം മാത്രമല്ല, മൊത്തത്തിലുള്ള ദീനി വിഷയങ്ങളാണ്. വസ്ത്രം മാത്രമായിട്ട് പറയണേ അതെന്താണ്? അതൊരു മറ്റൊരു വിഷയമാണ്. അതും നമ്മൾ എന്ത് ചെയ്യേണ്ടതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഹദീസിലൂടെ അവിടെ തന്നെ പഠിപ്പിച്ച, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം, അതുകൊണ്ട് തന്നെയൊക്കെയാണ് അവർക്ക് ഈ സൂക്ഷ്മത പുലർത്താൻ സാധിക്കുന്നത്. ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസ് പറയുകയാണ്. അവിടുന്ന് പറയുകയാണ്, അൻ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ,
അൻ ആയിഷത ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ അന്ന അസ്മാ ബിൻത് അബീ ബക്കർ ദഖലത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹാ സിയാബുൻ റിഖാഖ്. അസ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്. അപ്പൊ അസ്മക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? അളിയാക്കയാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അളിയാക്ക. അപ്പൊ അസ്മ റളിയല്ലാഹു അൻഹ ഇരിക്കുന്ന, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തിലേക്ക് എന്ത് ചെയ്തു? വീട്ടിൽ അളിയാക്കല്ലേ, നോ പ്രോബ്ലം. അസ്മ എന്തായി? സാധാരണ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ നമ്മളെ പെൺകുട്ടികൾ ധരിക്കുന്ന ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇതേപോലെയല്ല ധരിക്കുക. അവരത് ധരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. ഫഅറള അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു കളഞ്ഞു. അസ്മ വലിയ കുട്ടിയൊന്നും അല്ല കേട്ടോ, പക്ഷേ ചെറിയ കുട്ടി തന്നെയാണ്. പക്ഷെ ശേഷം പറയുന്നത് ശ്രദ്ധിക്കുക. വഖാല യാ അസ്മാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മയോട് പറഞ്ഞു, ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീദ്, ഒരു സ്ത്രീക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ലം യസ്ലുഹ് അൻ യുറാ മിൻഹാ ഇല്ലാ ഹാദാ വഹാദാ വഅശാറ ഇലാ വജ്ഹിഹി വകഫൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപ്പത്തിയും മുഖവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അസ്മാ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായാൽ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യണം? നിർബന്ധമായും അന്യപുരുഷന്മാരുടെ മുമ്പിൽ മറക്കണം. അളിയാക്ക അന്യപുരുഷനാണ്, അതുകൊണ്ട് തന്നെ അത് മറക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ സവിധത്തിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്മാ റളിയല്ലാഹു അൻഹയെ പഠിപ്പിക്കണം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ പെൺകുട്ടികളാകട്ടെ, നമ്മളാകട്ടെ, നമ്മുടെ ഉമ്മമാരാകട്ടെ, സഹോദരിമാരാകട്ടെ, ആരായാലും നമുക്ക് പറയാനുള്ള അവസരമുള്ള ആളുകളോട് നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാകണം പുറത്തിറങ്ങുമ്പോൾ, മഹറമുകളല്ലാത്ത ആളുകളുടെ ഇടയിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ കൃത്യമായി കൊണ്ട് ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം പഠിപ്പിച്ചിട്ടുണ്ട്. ആ അധ്യാപനത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് നമ്മൾ മല്ലിടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. വീട്ടിൽ വന്നതാരാ? കുടുംബക്കാര്. ആ വന്ന കുടുംബക്കാരനാരാ? ഏറ്റവും അടുത്ത ബന്ധം അളിയാക്കാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ സഹോദരിയുടെ ഭർത്താവ്, എപ്പോഴും കാണുന്ന ആളുകൾ. അസ്മാര നമ്മുടെ മനസ്സിൽ 18 ആയാലേ പ്രായപൂർത്തിയാവുള്ളൂ നമ്മുടെ ഭരണഘടനാ നിയമപ്രകാരം. പക്ഷെ അസ്മാ റളിയല്ലാഹു അൻഹ ചെറുപ്പമാണെങ്കിലും പ്രായപൂർത്തിയായിട്ടുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? സുന്ദരമായ അധ്യാപനം ആയിഷ റളിയല്ലാഹു അൻഹയുടെ സാന്നിധ്യത്തിൽ അസ്മാ റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും, റോഡിലാണെങ്കിലും, ഷോപ്പിങ്ങിനാണെങ്കിലും, വിരുന്നാണെങ്കിലും, ടൂറാണെങ്കിലും, കുടുംബക്കാരുടെ ഏതെങ്കിലും പാർട്ടിക്കാണെങ്കിലും, നമ്മളെന്തെങ്കിലും പുറത്ത് ഔട്ടിങ്ങിന് പോകുകയാണെങ്കിലും, എന്തിനാണെങ്കിലും ധരിക്കേണ്ടതുപോലെ വസ്ത്രം ധരിച്ചിട്ടാണോ നമ്മൾ ഓരോരുത്തരും പുറത്തിറങ്ങുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി എന്ത് ചെയ്യണം? ചിന്തിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകമാണ്, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. പ്രകടമായതൊഴിച്ച് ബാക്കിയൊക്കെ എന്ത് ചെയ്യണം? അലങ്കാരത്തിൽ നിന്ന് മറക്കണം. എന്താ പ്രകടമായത്? അതിന്റെ തഫ്സീറുകളിൽ ഒരു തഫ്സീറാണെന്ത്? മുഖവും മുൻകൈയും. അതാണ് നിർബന്ധമായിട്ടും മറക്കേണ്ടത്. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ മറക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓതി കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു സൂക്ഷ്മത നമുക്ക് വേണം. മഹദിയായ സഹാബി വനിതയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഇത് പഠിപ്പിച്ച് തന്നത് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കറുത്ത സ്ത്രീയുടെ ഒരു സംഭവം പറയാം. പലരും കേട്ടിട്ടുണ്ടാവും. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത്താ ഇബ്നു അബീ റബാഹയോട് പറഞ്ഞു, അലാ ഉരിയക ഇംറഅത്തുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും സ്വർഗമുണ്ടോ? നമ്മളോടെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇരിക്കുന്ന സ്ത്രീകൾ, ഞാൻ അടങ്ങുന്ന നമ്മുടെ ആരോടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഒരു സന്തോഷവും ആനന്ദവും നമ്മുടെ മാനസികാവസ്ഥവും എന്തായിരിക്കും? എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, സ്വർഗാവകാശിയായ ഒരു സ്ത്രീയെ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ? ഖുൽതു ബലാ, അതേ പറഞ്ഞു തന്നോളൂ. ഖാല ഹാദിഹിൽ മർഅതു സൗദാ, ഈ കറുത്ത സ്ത്രീ എന്നുള്ള അവരുടെ ഒരു പ്രയോഗം, അല്ലാതെ കറുപ്പിനെ ആക്ഷേപിച്ച് പറയുന്നതല്ല.
അതായത് കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളെ ആ രീതിയിൽ അവരെ മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സ്വഹാബി വനിത നബിയുടെ സദസ്സിലേക്ക് വന്നു. ഫഖാലത് ഇന്നി അസ്റഉ, നബിയെ എനിക്ക് അപസ്മാരം കാരണം ഞാൻ ബോധരഹിതയായി വീഴാറുണ്ട്. വഇന്നി അതകശഫു, ആ വീഴുന്ന സമയത്ത് സ്വാഭാവികമായും എന്റെ വസ്ത്രം നീങ്ങിയിട്ട് എന്റെ ഔറത്ത് പൊതുസമൂഹത്തിൽ വെളിവാകാറുണ്ട്. ഫദുല്ലാഹി, അതുകൊണ്ട് താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അഥവാ ആ രോഗം മാറാൻ, അപസ്മാരം മാറാൻ, അങ്ങനെ ഞാൻ ബോധം കിടന്നത് നിൽക്കാൻ താങ്കൾ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത് ഒഴിവാകാൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅ്തി സബർതി വലക്കിൽ ജന്ന, നീ ക്ഷമിക്കുകയാണെങ്കിൽ, ആ രോഗം മാറാതെ ആ രോഗത്തിൽ ക്ഷമിച്ചുകൊണ്ട് നീ പോവുകയാണെങ്കിൽ അള്ളാഹു പകരം നിനക്ക് സ്വർഗം തരും. എന്നാലോ വൈൻ ശിഅ്തി ദഅഉതുല്ലാഹി യുആഫിയക, ഇനി അതല്ല, സ്വർഗം വേണ്ട മീൻസ് സ്വർഗം ഉറപ്പ് വേണ്ട, രോഗം മാറിയാൽ മതി എന്നാണെങ്കിൽ ഞാൻ എന്താ അത് രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. ആ മഹദിയായ സ്വഹാബി വനിത പറഞ്ഞത്, ഫഖാലത് അസ്ബിർ, നബിയെ ഞാൻ ക്ഷമിച്ചു കൊള്ളാം. ഫഖാലത് ഇന്നി അതകശഫു ഫദുല്ലാഹ അല്ലാ അതകശഫ, പക്ഷെ രോഗം മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, പക്ഷെ ആ രോഗം കാരണം ഞാൻ ബോധം കെട്ട് വീഴുമ്പോൾ ആളുകൾക്കിടയിൽ എന്റെ വസ്ത്രം നീങ്ങി എന്റെ ഔറത്ത് വെളിവാകുന്നത് നിൽക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു സ്വഹാബി വനിതയുടെ ചിന്തയാണ്. വലിയ രോഗമുണ്ടായിട്ട് ആ രോഗം മാറാൻ എന്താ ചെയ്യണം? പ്രാർത്ഥിക്കേണ്ട, പകരം സ്വർഗം മതി. പക്ഷെ ആ രോഗം കാരണം എന്റെ ഔറത്ത് വെളിവാകുന്നുണ്ടെങ്കിൽ താങ്കൾ അത് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും പിന്നീട് ആ സ്ത്രീ ജീവിതത്തിൽ ബോധം കെടുന്ന സമയത്ത് അവരുടെ ഔറത്ത് വെളിവാകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് അവരെന്ത് ചെയ്തിരുന്നത്? തങ്ങളുടെ വസ്ത്രധാരണത്തെയും അതുപോലെ തന്നെ ഔറത്തുകളെ കുറിച്ചുമൊക്കെയുള്ള അവരുടെ ജീവിതത്തിൽ അവർ കാത്തു സൂക്ഷിച്ച സൂക്ഷ്മതകൾ. ഇനി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഒരു ചരിത്രത്തിൽ പറഞ്ഞത് നിർബന്ധമായിട്ടുള്ള സൂക്ഷ്മതയാണ്, നിർബന്ധമായിട്ടുള്ള സൂക്ഷ്മത. ഇനി ഒന്നുകൂടി നമ്മൾ അതിന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ, ആയിഷ റളിയല്ലാഹു അൻഹയാണ് നമ്മുടെ വിഷയം. ആയിഷ റളിയല്ലാഹു അൻഹയാണ് നമ്മുടെ വിഷയം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ വിഷയത്തിൽ ഒന്നാമത്തെ അധ്യാപനം നമ്മൾ കേട്ടു. ഇനി രണ്ടാമത്തെ അതിന്റെ ഒരു പടി കൂടി മുകളിലേക്ക് കടന്നുകൊണ്ടുള്ള അധ്യാപനം എന്ത് ചെയ്യാം? നമ്മൾ ശ്രദ്ധിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധത്തിന് പോയി മാല നഷ്ടപ്പെട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റക്കായി പിന്നെ ആരെയും കാണാനില്ല. അങ്ങനെ ആരെങ്കിലൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്? യുദ്ധസമയത്ത് ആരെങ്കിലൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വീണു പോകി ആരെങ്കിലൊക്കെ ബാക്കിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒന്നുകൂടെ വരുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കണം, ഒറ്റപ്പെട്ട്. ആയിഷ ബീവിയെ കണ്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി, വേറൊന്നും ഉണ്ടില്ല, അത് മാത്രം ചൊല്ലിയിട്ട് എന്ത് ചെയ്തു? ഒട്ടകത്തെ താഴ്ത്തി കൊടുത്തു. ആയിഷ ബീവിയോട് കയറാൻ വേണ്ടി പറഞ്ഞു. ഈ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത് കേട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ സഫ്വാൻ റളിയല്ലാഹു അൻഹ തിരിഞ്ഞു നോക്കണം. അത് ഒരു പുരുഷനാണ്, അന്യപുരുഷനാണെന്ന് മനസ്സിലായ ഉടനെ എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ മുഖം മറച്ചിരുന്ന വസ്ത്രം ഉപയോഗിച്ച് മുഖം ഇങ്ങനെ കെട്ടി. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ മുഖം മറക്കണം എന്നുള്ള കൽപ്പന ഇറങ്ങുന്നതിന്റെ മുമ്പ് സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നതുകൊണ്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് മനസ്സിലായി. അവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചു കൊടുത്തു. ആയിഷ ബീവിയുടെ സൂക്ഷ്മതയാണ്. ഒരു അന്യ പുരുഷൻ തന്നിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ നിർബന്ധമായി മറക്കേണ്ടതിന്റെ പുറമെ എന്ത് ചെയ്തു? മുഖം കൂടി മറച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ, ആയിഷ ബീവിയുടെ ചരിത്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണിത്. മരണപ്പെട്ടവരുടെ മുമ്പിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ മുമ്പിൽ പോലും സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ട്. ജീവിക്കുന്നയാളുടെ മുമ്പിൽ പുലർത്തിയ സൂക്ഷ്മതയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ കേൾക്കാം. ഇനി ആയിഷ ബീവിയുടെ ഒരു കൗല്, ഒരു വാചകം നമ്മൾ കേൾക്കാം. യർഹമുല്ലാഹ് നിസാ അൽ മുഹാജിറാത്തുകളായ ഹിജ്റ വന്ന സ്ത്രീകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുന്ന ആളുകളാണ് ആര്? ഹിജ്റ വന്ന സ്ത്രീകൾ. എന്താണ് കാരണം? ലമ്മ അൻസലല്ലാഹ്, അവർക്ക് അള്ളാഹുവിന്റെ ആയത്തിറക്കിയപ്പോൾ അവരവരുടെ കുപ്പായങ്ങൾ എന്താവട്ടെ, മുഖം മുതൽ ശിരസിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ
ശഖഖ്ന മുറൂതഉന്ന ഫഖ്തമർന ബിഹാ. അവരെന്ത് ചെയ്തു? അവർക്ക് കിട്ടിയ അവരുടെ തുണിയൊക്കെ കീറിയിട്ട് എന്ത് ചെയ്തു? അവർ മുഖം മറച്ചു എന്നാണ്. അവർ മുഖം മറച്ചു. അത് കാരണം അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൂക്ഷ്മതയുടെ ഒരു പടി മുകളിലാണെന്ത്? മുഖം മറക്കുക എന്നുള്ളത്. ഒന്നാമത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? അടിസ്ഥാനപരമായി മുഖം മുൻകൈ ഒഴിച്ചുള്ള ഭാഗങ്ങൾ നിർബന്ധമായിട്ട് മറക്കുക. അതാണ് നിർബന്ധം. ഇനി നമുക്ക് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക? മുഖം മറക്കാൻ വേണ്ടി ശ്രമിക്കുക. ചില സദസ്സുകളിലും സാഹചര്യങ്ങളിലും നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക. ഈ മുഖം മറക്കുന്ന സ്ത്രീകളായതുകൊണ്ട് നിങ്ങൾക്ക് ആ വിഷയങ്ങൾ പല രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടാവും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഇസ്ലാമിക ലോകത്ത് എവിടെയും മുഖം മറക്കണോ വേണ്ടേ എന്നുള്ള ചർച്ച എന്തില്ല? ഇല്ല. ഇസ്ലാമിക ലോകത്ത് എവിടെയും മുഖം മറക്കണോ വേണ്ടേ എന്നുള്ള ചർച്ച അല്ല. മറിച്ച് എന്ത് ചർച്ചയുള്ളത് എന്ന് പറയും? മുഖം മറക്കൽ നിർബന്ധമാണോ സുന്നത്താണോ എന്നുള്ള ചർച്ചയുള്ളത്. സുന്നത്താണെന്ന് പറയുന്ന ആൾക്കാർ എന്താ പറയണേ? മുഖം മറക്കണം. മുഖം മറക്കേണ്ടതില്ല എന്ന് ശക്തമായി വാദിച്ച് ഗ്രന്ഥം എഴുതിയ ആളാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മക്കളും അദ്ദേഹത്തിന്റെ ഉമ്മയും മുഖം മറച്ചിരുന്നു. അപ്പൊ ഷെയ്ഖ് അൽബാനിയോട് ചോദിച്ചെന്ത്? നിങ്ങളിങ്ങനെ ശക്തമായിട്ട് എന്തായി മുഖം മറക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ ഗ്രന്ഥം എഴുതിയിട്ട് നിങ്ങളെ ഭാര്യയും കുട്ടികളും ഉമ്മയൊക്കെ മുഖം മറച്ചിട്ടാണല്ലോ നടക്കണത്. അപ്പൊ അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞ മറുപടി ഉണ്ട്, എന്റെ ഫത്വയേക്കാൾ എന്റെ തഖ്വ എന്നെ അതിജയിച്ചു പോയി. അപ്പോൾ മുഖം മറക്കൽ നിർബന്ധമല്ല. ഒരു സ്ത്രീ മുഖം മറക്കാൻ നടന്നാൽ അതിന്റെ പേരിൽ കുറ്റം കിട്ടുകയോ ആക്ഷേപിക്കപ്പെടേണ്ടതാണെന്നോ അല്ലെ അതൊന്നൊരു ന്യൂനതല്ല. ഇസ്ലാമിൽ അടിസ്ഥാനപരമായി മുഖം മുൻകൈ വെച്ചുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്താൽ മതി? മറച്ചാൽ മതി. പക്ഷെ അതിന്റെ മുകളിലുള്ള ഒരു സ്റ്റെപ്പാണ് എന്ത്? മുഖം കൂടി മറക്കുക. അത് നമ്മൾ സാധ്യമാകുന്നത്ര നമ്മൾ ശീലിക്കുക, നമ്മുടെ മക്കളെ ശീലിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക. സാന്ദർഭികമായി പറഞ്ഞതാണ്. ഖൈറാണെന്ന് തോന്നുന്നുവെങ്കിൽ സ്വീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 7 മണിക്ക് തുടങ്ങി 8 മണിക്ക് അവസാനിപ്പിക്കണം എന്നാണ് കരുതിയത്. പക്ഷേ 7:10 ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് 8:10 എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. ബറക്കല്ലാഹു ഫീക്കും. അടുത്തൊരു പോയിന്റ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോരുമ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ ഒരു അന്യപുരുഷൻ എന്തെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്തിരുന്നില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നത്തെ നമ്മുടെ വാർത്ത ഇന്ന് പോയിട്ട് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ചാനൽ, മലയാളം ചാനൽ നിങ്ങൾ തുറന്നു നോക്കിയാൽ അതിലെന്തായിരിക്കും അറിയും? നാട്ടിൽ നടന്ന എന്തെങ്കിലും കേസുകളും അതുപോലെ തന്നെ അവിടെ പോയി ഇവിടെ പോയി അവിടെ പിടിച്ചു, അതേപോലെ തന്നെ ഇവിടെ ആക്രമിച്ചു, അവിടെ കേസായി, ഇവിടെ ക്രിമിനൽ കുറ്റം പറഞ്ഞുള്ള വാർത്തകളായിരിക്കും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനാണെന്ന് ഒരു ആണും ഒരു പെണ്ണും എന്താകാൻ പാടില്ല, ഒരിക്കലും ഒരു സ്ഥലത്ത് ഒറ്റക്കാവാൻ പാടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? വീട് എന്നുള്ളത്. പെണ്ണിന്റെ ഏറ്റവും നല്ല സ്വാലിഹത്തായ പെണ്ണിന്റെ ഗുണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവൾ അവളുടെ ഭർത്താവിന്റെ അഭാവത്തിൽ അവളുടെ വീടിനെ സംരക്ഷിക്കും. അപ്പൊ ഭർത്താവിന്റെ അനുവാദമില്ലാതെ മഹറമുകളല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? വീടിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല. അഥവാ നമുക്ക് വിവാഹബന്ധം നിഷിദ്ധമായതല്ലാത്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വീടിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല. അതിനെന്തെങ്കിലും എന്ത് ചെയ്യണം? നമ്മളൊരു മാർഗം കാണണം. അത് നമ്മുടെ യുക്തിക്കും സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എന്താ ഇടപെടാം. ഒരിക്കൽ റസൂലുള്ളാഹി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക്, നമ്മൾ അറബി എന്ത് ചെയ്യുന്നില്ല, ഞാൻ പറയണില്ല, നമ്മുടെ സമയം അധികരിച്ചതുകൊണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ആര് വന്നു? ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുലകുടി ബന്ധത്തിലുള്ള ഒരു സഹോദരൻ വന്നു. മഹറമാണ്. ശരിക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ മുലകുടി ബന്ധത്തിലുള്ള ഒരു സഹോദരൻ വന്നു. എന്നിട്ട് എന്തിനാ? ആയിഷ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പോകാനാണ്, ഒരു നോർമൽ സന്ദർശനാണ്. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ ഫഅബൈതു അൻ ആദന ലഹു, ഞാൻ എന്ത് ചെയ്തു? അനുവാദം കൊടുത്തില്ല, പ്രവേശിക്കാൻ അനുവാദം കൊടുത്തില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഞാൻ സംഭവം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ സഹോദരനാണല്ലോ, മഹറമാണല്ലോ, അതുകൊണ്ട് പ്രവേശിക്കുന്നതിൽ വിരോധമില്ല എന്ന് പറഞ്ഞു. സംഗതി അങ്ങനെയാണ്. പക്ഷെ ആയിഷ ബീവിയുടെ സൂക്ഷ്മത. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരിക്കലും തന്നെ നമ്മുടെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ മഹ്റമുകളല്ലാത്ത ഒരാളെ ഉള്ളിലേക്ക് കടത്തുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷ്മത പുലർത്തണം. എത്ര വിശ്വാസമുള്ള ആളുകളാണെങ്കിലും
എത്ര വലിയ നന്മയുള്ളയാളാണ് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉള്ളിലേക്ക് കയറ്റണ്ട. അതാണ് രണ്ടുപേരുടെയും സൂക്ഷ്മതയ്ക്ക് നല്ലത്. ഒരൊറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുതരാം, നമുക്ക് ചിന്തിക്കാൻ. സ്വഹാബത്തിന്റെ സൂക്ഷ്മതയാണ് നമ്മളെ മാതൃക. സഫ്വാൻ റളിയല്ലാഹു അൻഹു, കേൾക്കാത്തവരുണ്ടാവില്ല, നമ്മൾ തൊട്ട് നേരത്തെയും പറഞ്ഞിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചു. ഹജ്ജിന് ഉംറക്കും പോകുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ശൈലി ഉണ്ട്, എന്ത്, അയലോകത്തെ കൂടി കുടുംബത്തെ കൂടി എല്ലായിടത്തും കൂടിയും പോയി കണ്ട് എല്ലാവരോടും പറയുന്നത്, കുഞ്ഞുമോ ഞാൻ പോകാട്ടോ, ഉത്സവം ഞാൻ പോകട്ടോ, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നമ്മളെ ഉമ്മാരും സഹോദരിമാരൊക്കെ എന്ത് ചെയ്യും, എല്ലായിടത്തും കൂടിയും കയറി യാത്ര പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഹജ്ജിന് പോകുക. അപ്പൊ ഹജ്ജിന് പോകുമ്പോൾ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താണ് ആര്, പേര് മറന്നുപോയി, ഏതായാലും പേര് ഓർമ്മയിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, അവസാനം പറയാം. എന്തായാലും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്തായിരുന്നു ഒരു സ്വഹാബി. ആ സ്വഹാബിയുടെ വീട് സന്ദർശിക്കാൻ വേണ്ടി സഫ്വാൻ റളിയല്ലാഹു അൻഹു പോയ സമയത്ത് സലാം പറഞ്ഞു. അപ്പോൾ ആ സ്വഹാബി അവിടെ ഇല്ല, പകരം അവരുടെ ഭാര്യയാണുള്ളത്. ഭാര്യ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എന്ത്, സഫ്വാൻ റളിയല്ലാഹു അൻഹു ഇവിടെ അല്ല, പുറത്ത് പോയിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്വഹാബി അവിടെ അല്ല, അതായത് ഭർത്താവ് ഇവിടെ അല്ല, പുറത്ത് പോയിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ സഫ്വാൻ റളിയല്ലാഹു അൻഹു വളരെ ദൂരത്തുനിന്ന് വന്നതാണ് കാണാൻ. അപ്പോൾ സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്, എന്നാ പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ഇട്ടോളി എന്നൊക്കെ പറഞ്ഞ് സിറ്റ് ഔട്ടിൽ ഹാളിലൊക്കെ കയറി ഇരുന്ന് എന്തൊക്കെയാ വർത്താനം, പെരപ്പണി കഴിഞ്ഞോ, ഇപ്പോൾ ജോലി തിരക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചു വർത്താനൊക്കെ പറഞ്ഞ് രണ്ടാൾ നാട്ടുവർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കല്ലേ ചെയ്തത്. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നമാണ്, ഭർത്താവിനെ തേടി ആരെങ്കിലും വന്നാൽ അവരില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ പിന്നെ കസാരി സ്റ്റൂളൊക്കെ ഇട്ടൊക്കെ ചായയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സംസാരിച്ചിരിക്കുക. പക്ഷേ അവിടെ ഞാൻ അന്വേഷിച്ച സ്വഹാബി ഇല്ല, ഭാര്യ മാത്രമാണ് എന്നറിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് കയറാതെ സഫ്വാൻ റളിയല്ലാഹു അൻഹു അവിടെ കാത്തിരിക്കുമ്പോൾ ചെയ്യാതെ എന്ത് ചെയ്തു, തിരിഞ്ഞു നടക്കുക ചെയ്തു. സഫ്വാൻ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടന്നു. അതാണ് നമ്മുടെ മാതൃക. അതുകൊണ്ട് തന്നെ ഇത് പുരുഷന്മാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എങ്കിലും ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു അന്യ പുരുഷനെ, മഹ്റമല്ലാത്ത ഒരാളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല. അതോടൊപ്പം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ദീനീ പ്രബോധനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സഹായിച്ച വ്യക്തിത്വമായിരുന്നു. ബനൂ മുസ്തലഖ് യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്തയാളാണ് ആര്, ആയിഷ റളിയല്ലാഹു അൻഹ. സ്വഹാബത്ത്, വലിയ വലിയ സ്വഹാബിമാർ വരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് ദീന് പഠിക്കാനും മസ്അലകൾ ചോദിക്കാനും ഫത്വ ചോദിക്കാനും വന്നിരുന്നു എന്ന് കാണാൻ സാധിക്കും. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അഷ്കല അലൈനാ അസ്ഹാബ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുൻ ഖത്തു ഫസഅൽനാ ആയിഷത ഇല്ലാ വജദ്നാ ഇൻദഹാ മിൻഹു ഇൽമാ. ഞങ്ങളുടെ സ്വഹാബത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇഷ്കാൽ ഉണ്ടായാൽ, സംശയം ഉണ്ടായാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും, ആയിഷ ബീവിയുടെ അടുക്കിലേക്ക് പോകും. അവരുടെ അടുക്കിൽ ഇല്ലാത്തൊരു ഇൽമും ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനെ കുറിച്ചും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയുമായിരുന്നു. കാരണം പഠിക്കാൻ അത്രയും താല്പര്യമായിരുന്നു, ദീനിനോട് അത്രയും താല്പര്യമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാത്തതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മഹാനായ ഹിശാം ഇബ്നു ഉർവ പറയുകയാണ്, അവരുടെ സഹോദരിയുടെ, ആയിഷ ബീവിയുടെ സഹോദരിയുടെ മകനാണ്. ലഖദ് സ്വഹിബ്തു ആയിഷത ഫമാ റഅയ്തു അഹദൻ ഖത്തു കാന അഅലമ ബിആയത്തിൻ ഉൻസിലത് വലാ ബിഫരീള വലാ ബിസുന്ന വലാ ബിശഇരിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആയിഷ ബീവിയുടെ അടുക്കൽ കുറച്ചു കാലം താമസിച്ചിട്ടുണ്ട്. അവർക്കറിയാത്ത ഒരു വിഷയവും പരിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. മഹാനായ സുഹരി റഹിമഹുല്ലാഹ് പറയുകയാണ്, ലൗ ജമഅ ഇൽമ ആയിഷത ഇലാ ഇൽമി ജമീഅ അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ബാക്കി 10 ഭാര്യമാരുടെ ഇൽമും ആയിഷ ബീവിയുടെ വിജ്ഞാനവും ഒപ്പം വെച്ചാൽ ആയിഷ ബീവിയുടെ വിജ്ഞാനത്തിന് കനം തൂങ്ങുമായിരുന്നു എന്ന് മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ കഴിഞ്ഞാൽ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചത് ആയിഷ ബീവിയാണ്. അതുകൊണ്ട് ദീനി വിജ്ഞാനം നേടാൻ, ദീന് പഠിക്കാൻ, നമുക്കൊക്കെ പ്രായമായി, കുറെ വയസ്സായി, കുട്ടികൾ മക്കളായി, പേരക്കുട്ടികളായി, അങ്ങനെയൊക്കെ ആർക്കെങ്കിലും തോന്നുന്നത് എന്ത് ചെയ്യാം, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ദീനിന്റെ മജീസുകൾ ഇവിടെ എല്ലാ ആഴ്ചയും QHLS ബുധനാഴ്ച നടക്കുന്നുണ്ട്, വെള്ളിയാഴ്ചകളിൽ മഗ്‌രിബിന് ശേഷം ക്ലാസ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വിജ്ഞാനവേദി സ്ത്രീകൾക്ക് മാത്രമായിട്ട് നടത്തുന്ന സദസ്സുകളുണ്ട്. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പങ്കെടുക്കണം. നമ്മുടെ മക്കളുണ്ടാവും, പെൺമക്കളുണ്ടാവും, അവരെ നമ്മൾ ദീന് പഠിക്കാൻ, ഭൗതികപരമായ എല്ലാ വിദ്യാഭ്യാസവും നല്ല രീതിയിൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ ദീന് പഠിപ്പിക്കാൻ, ഖുർആൻ പഠിപ്പിക്കാൻ, ഹദീസ് പഠിപ്പിക്കാൻ, ദീനിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാർഗങ്ങൾ കൂടി എന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ തുറന്നു കൊടുക്കണം. അത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട
പാഠമാണ്. അതുപോലെ തന്നെ കുറെ ഇൽമ് നേടി, അറിവ് നേടി. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല? ആയിഷ ബീവി കുറെ ഇൽമ് നേടി എന്നുള്ളത് കൊണ്ട് അതും കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കല്ല ചെയ്തത്, അത് ജീവിതത്തിൽ പകർത്താണ് ചെയ്തത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിസ്കാരത്തിന്റെ കുറെ കാര്യങ്ങൾ പറയേണ്ട, പക്ഷെ നമ്മുടെ സമയം അതിക്രമിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അതുകൊണ്ടാണ് സ്പീഡ് കൂട്ടി പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ഇൽമ് കെട്ടിപ്പൂട്ടി ഇങ്ങനെ ഇരിക്കല്ല ചെയ്തത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നിസ്കാരം നമ്മൾ കുടുംബത്തിന്റെ കാര്യത്തിന് വേണ്ടി ഓടിത്തളരുമ്പോൾ നമ്മുടെ നിസ്കാരത്തിന്റെ കൃത്യനിഷ്ഠ, അതായത് സമയത്ത് നിർവഹിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അസീന്തത നമുക്ക് അല്ല എത്ര വരെ പോകാം? നിർത്താനോ? തിരക്ക് ജമാഅത്തോടെ തുടങ്ങിക്കണേ. ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മള് ഒരു 10 മിനിറ്റില് അധികം പോകില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് പലർക്കും പല ഷെഡ്യൂളും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മൾ നമ്മുടെ നിസ്കാരം അത് നമുക്ക് അതിന്റെ കൃത്യസമയത്ത്, വീട്ടിലാണ് പള്ളിക്കൊന്നും പോകണ്ടല്ലോ, കൃത്യസമയത്ത് നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ നിസ്കരിപ്പിക്കുന്നുണ്ടോ? നമുക്ക് രാവിലെ വൈകുന്നേരത്തെ ദിക്റൊക്കെ ഉണ്ടോ? അതുപോലെ തന്നെ എല്ലാ ദിവസവും സ്വലാത്തുകളൊക്കെ ഉണ്ടോ? പരിശുദ്ധ ഖുർആൻ ഞാൻ ഇന്ന് ഓതാറുണ്ടോ? രാവിലെ ഒരു 8 മണി 7 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് ഒന്ന് ഒതിർത്തുകൊണ്ട് 2 റക്അത്ത് ദുഹ നിസ്കരിക്കുന്നുണ്ടോ? അതേപോലെയുള്ള വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും വീടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും ഭർത്താവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും ഭക്ഷണം ഉണ്ടാക്കലും കുടുംബ സന്ദർശനവും കുടുംബ ബന്ധവും തുടങ്ങി നാനാവിധി നമ്മുടെ ജോലിയും അതുപോലെ തന്നെയുള്ള തിരക്കുകളും ഒക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് സമയം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഗൗരവത്തോടു കൂടി ആലോചിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാല് കുറെ അധ്വാനിക്കുന്നുണ്ടാവും, കുറെ ഓടിത്തളരുന്നുണ്ടാവും, കുറെ പണിയെടുക്കുന്നുണ്ടാവും, രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം വരെ വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നുണ്ടാവും. പക്ഷെ സ്വന്തമായി പരലോകത്തേക്ക് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ ഒരു നിസ്കാരോ കുറച്ച് ഖുർആനോ ദിക്റുകളോ സ്വലാത്തുകളോ ദുആകളോ ഒന്നുമില്ലാത്ത ആളുകളായിട്ട് എന്ത് ചെയ്യും? നമ്മൾ മാറും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ത്രീകൾ ദീന് കുറഞ്ഞ ആളുകളാണ്. എന്തുകൊണ്ടാ പറഞ്ഞേ? ദീനിയായ കാര്യങ്ങൾ ചെയ്യാൻ ആണുങ്ങൾ അത്ര അവരെന്ത് ചെയ്യൂല, മുന്നിലേക്ക് വരൂല, അവർക്ക് അതിനുള്ള അവസരങ്ങളില്ല. അപ്പോൾ നമ്മൾ സ്വയം എന്ത് ചെയ്യണം? ബോധ്യത്തോടു കൂടി ദീനിൽ എനിക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ഇബാദത്തുകളും അതോടൊപ്പം ദീനിന് സേവനം ചെയ്യാൻ സാധിക്കുന്ന മേഖലകളും നമ്മൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? അത് ചെയ്യണം. ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുമായിരുന്നു. ഹദീസുകൾ പറയുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവാ. ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അവിടുത്തെ സഹോദരിയുടെ പുത്രൻ ഒരു ദിവസം രാവിലെ എന്ത് ചെയ്തു? രാവിലെ പോയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചും പരലോകത്തെ കുറിച്ചുമുള്ള ആയത്തുകൾ ഓതിക്കൊണ്ട് തസ്ബീഹ് നടത്തി ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അപ്പൊ കുറെ നേരം എന്ത് ചെയ്തു? അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ നിന്നു. പക്ഷെ ആയിഷ ബീവിയുടെ കയ്യിൽ ആയിഷ ബീവി കരഞ്ഞ് പ്രാർത്ഥിച്ച് നിസ്കരിച്ച് തസ്ബീഹ് നടത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ നിന്ന് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി വരാന്ന് പറഞ്ഞ് അങ്ങാടി പോയി മാർക്കറ്റിൽ പോയി തിരിച്ചു വന്നു. അപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കരിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് മഹാനായ അവിടുത്തെ സഹോദരിയുടെ പുത്രൻ പറയുന്നതായി കാണാൻ സാധിക്കും. അതൊക്കെയായിരുന്നു അവരുടെ ഗുണങ്ങൾ. ഉമ്മു ദുർറ പറയുന്നതായി കാണാൻ സാധിക്കും. ആയിഷ ബീവി നോമ്പെടുത്ത ഒരു ദിവസം കുറച്ച് സമ്പത്ത് അധികം അവരുടെ കയ്യിൽ കിട്ടി. ആ കയ്യിൽ കിട്ടിയപ്പോൾ ആയിഷ ബീവി എന്ത് ചെയ്തു? എക്സ്ട്രാ കിട്ടിയതാണല്ലോ, അതൊക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ സ്വതക്ക ചെയ്തു. അവസാനം നോമ്പ് തുറക്കാൻ സമയത്ത് ആകെ ഉള്ളത് കുറച്ച് വെണ്ണയും റൊട്ടിയും മാത്രം. അപ്പൊ പറഞ്ഞു, ഒരു പൈസയെങ്കിലും അതൊന്ന് എടുത്തു വെച്ചിങ്ങനെ നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് അപ്പ പറഞ്ഞുണ്ടായിരുന്നു. അത്രക്കും സ്വന്തത്തെ മറന്ന് പരലോകത്തിന് വേണ്ടി അധ്വാനിച്ച ആളുകൾ, പരലോകത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ച ആളുകളായിരുന്നു നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ, ഇതൊക്കെ വിശദീകരിച്ച് പറയേണ്ടതാണ്, വ്യത്യസ്തങ്ങളായ ഗുണപാഠങ്ങളും അതുപോലെ തന്നെ പാഠങ്ങളും അധ്യാപനങ്ങളും നല്ല നല്ല മൂല്യങ്ങളും ഒന്നിച്ചടങ്ങിയ സംഭവ ബഹുലമായ മൂല്യവത്തായ ജീവിതം നയിച്ച ആളായിരുന്നു നമ്മുടെ ഉമ്മ മഹദിയായ ആയിഷ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏത് ആളെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആയിഷ, എന്റെ ആയിഷയെ എന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്ന് പുറത്തുനിന്ന് ഒരാൾ ചോദിച്ചാൽ, നമ്മൾ ചോദിച്ചാൽ നമ്മളെ പേര് പറയും. പുറത്തുനിന്ന് ഒരാൾ ചോദിച്ചാൽ എനിക്കെന്റെ റംലത്തിനെയാണ്, അതല്ലെങ്കിൽ ഫൗസിയയാണ്, അതല്ലെങ്കിൽ ആയിഷയാണ്, ഖദീജയാണ് എന്ന് പറയാൻ ആർക്ക് കഴിയണം? നമ്മുടെ ഭർത്താക്കന്മാർക്ക് കഴിയണം. അതിനനുസൃതമായ നല്ല ഗുണങ്ങൾ നമ്മളിലുണ്ടോ എന്നും നമ്മളിലുള്ള നല്ല ഗുണങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനസ്സ് അവർക്കുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടു പറയണല്ലോ. അത് നമ്മൾ എന്ത് ചെയ്യണം? സ്വയം ഉൾക്കൊള്ളേണ്ട
ചിന്തിക്കേണ്ട കാര്യമാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ 18 വയസ്സായിരുന്നു. 18 വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. പിന്നീട് 66-ാമത്തെ വയസ്സിലാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. തുടർച്ചയായ 48 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതെ പിന്നീടുള്ള മുസ്ലിം ഖിലാഫത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഇടപെട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ജീവിക്കുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അവസാനം മരണത്തിന്റെ അവസ്ഥയിൽ, രോഗത്തിന്റെ അവസ്ഥയിലായപ്പോ അന്നുണ്ടായിരുന്ന ചുരുക്കം ചില സ്വഹാബികളിൽ ഒരാളായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പ്രവേശിക്കാനുള്ള അനുവാദം ചോദിച്ചു. അപ്പോൾ അവിടുത്തെ കൂടെയുണ്ടായിരുന്ന മഹ്റമുകളായ പുരുഷന്മാർ അനുവാദം കൊടുക്കുകയും അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ വേണ്ടി ആയിഷ ബീവിയുടെ അടുക്കിലേക്ക് വന്നു. രോഗത്തിന്റെ മരണത്തിന്റെ അവസ്ഥയിലാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയെ നോക്കിയിട്ട് പറഞ്ഞു, അബ്ശിരി അബ്ശിരി, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഫഖാലത് ബിമാദ, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്തിനാണ് ഞാൻ സന്തോഷിക്കുന്നത്? മാ ബൈനക വബൈന അൻ തൽഖിയ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ അഹിബ്ബത ഇല്ലാ അൻ തഖ്റുജ റൂഹ മിനൽ ജസദി. നിങ്ങളുടെ ഈ റൂഹ് ഈ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന ഒരു സമയം മാത്രമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഇനിയുള്ളൂ. ആയിഷ ബീവിയോട് പറയണം, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. രോഗാവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ ഈ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെടുന്ന ഒരു സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയ ആ ഒരു സ്ഥലത്തേക്ക് പോകാമായിരുന്നില്ലേ? വലം യകുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീ ആയിരുന്നു താങ്കൾ. നബി ഒരിക്കലും നല്ലതിനെ അല്ലാതെ ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഉമ്മത്തിന് തയമ്മുമിന്റെ ആയത്തിറങ്ങിയത് നിങ്ങൾ കാരണമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ആയിഷ ബീവിക്ക് വ്യഭിചാരോപണം ഉണ്ടായിരുന്നു മുനാഫിക്കുകളുടെ അടുക്കൽ നിന്നും. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ മുക്തയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഈ ആകാശത്ത് നിന്നും അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയിട്ടുണ്ടല്ലോ. ഫസ്ബഹ ലൈസ ലില്ലാഹി മസ്ജിദും മിൻ മസാജിദില്ലാഹി ഇല്ലാ യുത്ലാ ഫീഹി ആനാ അൽ-ലൈലി വആനാ അൻ-നഹാർ. ആയിഷ ബീവിയെ കുറിച്ചിറങ്ങിയ ആ ആയത്തുകൾ ഇന്നും അല്ലാഹുവിന്റെ പള്ളികളിൽ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ഈ റൂഹ് വിട്ടുപോയാൽ നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീയായിരുന്നു. നിങ്ങൾ കാരണം ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകൾ ഇന്നും അള്ളാഹുവിന്റെ പള്ളികളിൽ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറഞ്ഞ മറുപടി, വല്ലദീ നഫ്സി ബിയദി ലവദിത്തു അന്നി കുന്തു നസിയം മൻസിയ. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഞാൻ ഒന്നുമല്ലാതെ ആയി തീർന്നെങ്കിൽ എന്നാണ്. മനസ്സിലായോ? അഥവാ മരിച്ച് പരലോകത്തേക്ക് പോകാതെ ഇവിടുന്ന് തന്നെയാണ് നാമാവശേഷമായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആയിഷ ബീവി പറയാനുള്ള കാരണം എന്താ അറിയോ? മരണത്തെ ഭയന്ന്, പരലോകത്തെ ഭയന്നിട്ടാണ് അത് പറയാനുള്ള കാരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പരലോക ഭയം നമ്മളിൽ ഉണ്ടാകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണവിശേഷണങ്ങൾ അടങ്ങിയ മരണസമയത്തും സന്തോഷ വാർത്തകൾ അറിയിക്കപ്പെട്ട ആ സമയത്തും പരലോകത്തെ നേരിടുന്നതിനേക്കാൾ ഞാൻ മണ്ണായി ഒന്നുമല്ലാതായി പോകുന്നതാണ് എന്ന അത്ര ചിന്തയുള്ള പരലോക ബോധത്തിൽ ചിന്തിച്ചയാളായിരുന്നു മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്തും കൂടെ ഉണ്ടായിരുന്നത്. വന്നഹു മാത ഫീ യൗമിഹാ വഫീ ബൈതിഹാ, നബിയുടെ വീട്ടിലാണ്, ആയിഷയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. അവരുടെ ദിവസത്തിലാണ് മരണപ്പെട്ടത്. വബൈന സഹരിയ വനഹരിയ, അവരുടെ മടിയിൽ കിടന്നുകൊണ്ട്, അവരുടെ മാറിടത്തിന് താഴെ കിടന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത്. വജമഅ അല്ലാഹു ബൈന റീഖിഹി വരീഖഹാ ഫീ ആഖിരി സഅതി മിൻ സഅതിഹി മിനദ് ദുനിയ വഅവ്വല സഅതി മിനൽ ആഖിറ. പരലോകത്തേക്ക് പോകുന്നതിന്റെ ഒന്നാമത്തെ സമയവും ഇഹലോകത്തിലെ അവസാന സമയവുമുള്ള ആ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമനീരും ആയിഷ ബീവിയുടെ ഉമനീരും അള്ളാഹു കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട്. വദുഫിന ഫീ ബൈതിഹാ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കബറടക്കപ്പെട്ടതും ആയിഷ ബീവിയുടെ വീട്ടിലാണ്. ഈ ചരിത്രങ്ങൾ നമ്മൾ ഓരോരുത്തരും സ്വയം വായിക്കുകയും അതുപോലെ തന്നെ മനസ്സിലാക്കുകയും ആ നല്ല ശക്തമായ വായനകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം നിറയുകയും ചെയ്യുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉമ്മ എന്നുള്ള നിലക്ക്, നമ്മുടെ മാതൃകാ വനിത എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ സൽഗുണങ്ങളുടെയും എല്ലാ സൗഭാഗ്യങ്ങളുടെയും
ഉത്തമ ഉദാഹരണമായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്നി റഅയ്തു ബയാല കഫ ആയിഷ ഫിൽ ജന്ന. ആയിഷ ബീവിയുടെ കൈയിന്റെ വെളുപ്പ് ഞാൻ സ്വർഗത്തിൽ കണ്ടിട്ടുണ്ട്. അഥവാ ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്തും പരലോകത്തിന് വേണ്ടിയും ദീനി നിഷ്ഠകളോടെയും സൂക്ഷ്മതയോടെയും ജീവിച്ചതിന്റെ റിസൾട്ടാണ് എന്ത്? അള്ളാഹു പരലോകത്ത് സ്വർഗം നൽകി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിശാലമായി ഓരോ പോയിന്റുകളും വിശാലമായി സമയമെടുത്ത് സാവധാനം പറഞ്ഞ് മറ്റു തെളിവുകളും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട വിഷയമാണ്. പക്ഷേ വിഷയത്തിന്റെ ദൈർഘ്യം കൂടുകയും സമയം കുറയുകയും ചെയ്തതുകൊണ്ട് പെട്ടെന്ന് പറയുകയാണ് ചെയ്തത്. കേട്ട കാര്യങ്ങളുണ്ടാകും, മനസ്സിലായ കാര്യങ്ങളുണ്ടാകും, തിരുത്തണം ശ്രദ്ധിക്കണമെന്ന് തോന്നിയ കാര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ വീട് വിചാരം നടത്തുകയും പഠിക്കാൻ ശ്രമിക്കുകയും കൂടുതൽ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ അവന്റെ ദീനിലായിക്കൊണ്ട് ജീവിക്കുവാനും അതിലായിക്കൊണ്ട് തന്നെ മരണപ്പെടുവാനുമുള്ള മഹാ തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.